Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് കേരള പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വതവേയുള്ള റെസിപ്പികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് മസാലയൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതിനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമ്മൾ കേരള പെപ്പർ ചിക്കൻ ഉണ്ടാക്കുകയാണ്. വളരെ സിമ്പിളായ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 കഷ്ണം ഡ്രംസ്റ്റിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇതിങ്ങനെ നീളത്തിൽ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. നല്ല ഡീപ്പായിട്ടുള്ള കട്ട് കൊടുക്കണം, എന്നാലേ അതിൽ പെപ്പറും ഒക്കെ അതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം, ഒരു സൈഡ് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അതിടാം. ഞാനൊരു 1/2 ടീസ്പൂൺ കഷ്ടി ഉപ്പ് ഇടുന്നുള്ളൂ. കാരണം നമ്മളിതിൽ പിന്നീട് സോയ സോസൊക്കെ ചേർക്കുമ്പം ഉപ്പ് വളരെ കൂടുതലായി പോകും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ വരേൻ്റെ അകത്തേക്കൊക്കെ പോകണം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പരന്നൊരു പാന്, കഴിയുന്നിടത്തോളം പരന്നൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അത് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കാം. കഴിയുന്നതും ചിക്കൻ പീസസ് അതിൻ്റെ അടിയിൽ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അത് നന്നായിട്ട് കുക്കാവുക. ഇനിയിപ്പോൾ അത്ര പരന്നൊരു പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, സ്റ്റാക്ക് ചെയ്ത് വെക്കാം. പക്ഷേ ഇതാണ് ഒന്നും കൂടി ബെറ്റർന്ന് മാത്രം. അപ്പോൾ ഒരുപാട് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ 2 ബാച്ചസ് ആയിട്ട് ചെയ്യുന്നതാവും നല്ലത്. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിലാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളിതൊക്കെ അടുക്കി വെച്ചു. ഇനി ഇതിനെ അടച്ചിട്ട് ഒരു 20 മിനിറ്റോളം ചെറിയ തീയിൽ നമുക്ക് കുക്ക് ചെയ്യാം. വെള്ളം നമ്മൾ ഒട്ടും ഒഴിക്കുന്നില്ല. 20 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ അതിൽ നിന്ന് എത്ര വെള്ളം വന്നേക്കുന്നതുണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ ആകെ ഇവിടെ ഒരു കുളമായേനെ. അപ്പം ഈ സാഹചര്യത്തിൽ നമുക്കതിനെ തിരിച്ചിടാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു 20 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്യാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് 2 സൈഡും ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പോൾ അത് എപ്പോഴും ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അതിന് വേറെ കളേഴ്സൊന്നും ഇല്ലാത്ത കാരണമാണ്. ഇതിൽ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പറിൻ്റെ എരിവല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം വളരെ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് അത് അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ആ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കുറച്ചെടുത്തിട്ട് ഒരിത്തിരി ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ചിക്കനെ ഇതിൽ ഒന്നിങ്ങനെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ആ കളർ എല്ലാ സൈഡും കിട്ടും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം കുക്ക് ചെയ്യാം. ഈ വെള്ളം ഒരുവിധം വറ്റണം. അപ്പോൾ ആ വറ്റണ സമയത്ത് നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ എല്ലാ സൈഡിലും ആ ഒരു കളറ് വന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഇതിപ്പോൾ വെള്ളം വറ്റി തുടങ്ങി. ചിക്കൻ ഞാൻ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. അപ്പോൾ അതിനൊരു ചെറിയ ഒരു റെഡ് കളറ് വന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്രേവിയുള്ള സ്ഥിതിയാവുമ്പം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല, അതിലിങ്ങനെ ഫുൾ കോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാനിൽ തന്നെ നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ നല്ലോണം ഒരു വിധം കണ്ടോ, നല്ലോണം വഴന്ന് കഴിഞ്ഞു. ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിൽ തന്നെ 1 ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇതൊരു ഡീപ്പ് ഫ്രൈൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആകെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയെ നമ്മളിതിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉരുകി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം.
എന്നിട്ട് അത് ഒരു 20 സെക്കൻഡോളം അടുപ്പിൽ ഒന്ന് കുക്ക് ചെയ്യണം. അതിൻ്റെ എന്താ പറയുക, ആ ഒരു കുത്തുന്ന ഒരു മണമൊക്കെ ഒന്ന് മാറുന്നവരെ എണ്ണയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അത്രയും മതി. മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യണം. സോയ സോസ് ആഡ് ചെയ്യണ കാരണമാണ് നമ്മൾ മുന്നേ അധികം ഉപ്പിടാതിരുന്നത്. കാരണം ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഇത് സോയ സോസ് ആഡ് ചെയ്ത് അതൊന്ന് പതയ്ക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ അത്രയും പതച്ച് കഴിയുമ്പം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കറിവേപ്പിലയും അതിൽ മല്ലിയിലയും ഇത് രണ്ടും ഇടുകയാണ്. ആ പതച്ചതോടെ അടുപ്പ് ഓഫ് ചെയ്തിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനെയും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഇലയും സോയ സോസൊക്കെ എല്ലാ ചിക്കൻ പീസിലും കഴിവതും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുപ്പ് ഓഫായ സ്ഥിതിയാണ്, ഞാനതൊന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ഈസി പെപ്പർ ചിക്കൻ റെഡിയായി. നല്ലോണം പെപ്പറൊക്കെ എന്താ പറയുക, അതിൻ്റെ അകത്ത് ആദ്യം തന്നെ കയറി കുക്കായ കാരണം ഒരു അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. മറ്റ് മസാലക്കൂട്ടുകളൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റട്ടെ. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.